ഹായ് ഡിയേഴ്സ്, നമ്മൾ സംജ്ഞാപ്രകരണമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സംജ്ഞ സവർണ സംജ്ഞയാണ്. സവർണ സംജ്ഞ. ഓക്കെ, സവർണം എന്ന വാക്കിൻ്റെ മീനിങ് എന്തോന്നാണ്? സവർണം എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടുള്ളത്, ഒരുപോലെയുള്ളത്, തുല്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് മീനിങ്. അതായത് ഈ സംജ്ഞ കൊണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ലെറ്റേഴ്സാണ്, ഏതൊക്കെ രണ്ട് ലെറ്റേഴ്സാണ് ഈക്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സ്, അതെങ്ങനെ ഈക്വൽ ആവും, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സവർണ സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ് തുല്യാസ്യ പ്രയത്നം സവർണം. എന്താണ്? തുല്യാസ്യ പ്രയത്നം സവർണം. പദച്ഛേദം നോക്കാം. തുല്യാസ്യ പ്രയത്നം സവർണം. രണ്ട് പദമുള്ള സൂത്രമാണ്. അതിൽ ആദ്യത്തെ പദം വായിക്കാൻ എളുപ്പത്തിനാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, അത് ഒറ്റ പദമാണ്. തുല്യ ആസ്യ പ്രയത്നം സവർണം. തുല്യാസ്യ പ്രയത്നം സവർണം. സൂത്രാർത്ഥം നോക്കാം. താൽവാദി സ്ഥാനം ആഭ്യന്തര പ്രയത്നഞ്ച ഇത്യേതദ്വയം യസ്യ ഏന തുല്യം തന്മിതഃ സവർണ സംജ്ഞം സ്യാത്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള സൂത്രാർത്ഥമാണ്, പക്ഷേ മനസ്സിലാക്കിയാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. താൽവാദി സ്ഥാനം ആഭ്യന്തര പ്രയത്നം ച ഇതി ഏതദ്വയം യസ്യ ഏന തുല്യം തന്മിതഃ സവർണ സംജ്ഞം സ്യാത്. ഏതൊക്കെ രണ്ട് ലെറ്റേഴ്സാണ് ഈക്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സ്? താലു ആദി സ്ഥാനം. എന്താണ് താലു? താലു എന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചാരണ സ്ഥാനമാണ്. നമ്മുടെ അണ്ണാക്കെന്ന് പറയില്ലേ, ആ അണ്ണാക്കിനെയാണ് താലു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താലു മുതലായ സ്ഥാനങ്ങൾ, അതായത് നമ്മുടെ ഉച്ചാരണം, നമ്മൾ ഓരോ ഫേസിലകത്തുള്ളയും തൊണ്ടയ്ക്കകത്തുള്ളയും പല പല സ്ഥാനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്, പല പല ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന ഓരോ ലെറ്റേഴ്സും യൂസ് ചെയ്യുന്ന നമ്മുടെ സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളും ആഭ്യന്തര പ്രയത്നവും. പ്രയത്നം എന്ന് വെച്ചാൽ ഒരു എഫേർട്ട്, നമ്മൾ ഒരു ലെറ്റർ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടും. ഉള്ളിൽ നിന്ന് ഒരു എഫേർട്ട് ഇടും, പുറമേ നിന്ന് ഒരു എഫേർട്ട് ഇടും. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അങ്ങനെയുള്ള എഫേർട്ടും ഈക്വൽ ആയിട്ട് ഏതൊക്കെ രണ്ട് ലെറ്റേഴ്സിനാണോ വരുന്നത്, ആ രണ്ട് ലെറ്റേഴ്സാണ് ഈക്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സ്. ഓക്കെ, ഉച്ചാരണ സ്ഥാനവും ആഭ്യന്തര പ്രയത്നവും, രണ്ട് ടൈപ്പ് പ്രയത്നം ഉണ്ട്. അതിൽ ആഭ്യന്തര പ്രയത്നവും ഏതൊക്കെ രണ്ട് ലെറ്റേഴ്സിനാണോ ഈക്വൽ ആയി വരുന്നത്, അവയാണ് നമ്മൾ എന്ത് പറയുക? സവർണമായിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയാം. Two letters are called savarna of each other if their mouth based location of pronunciation and their abhyantara prayatna are same as of each other. Okay, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉച്ചാരണ സ്ഥാനങ്ങളെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഉച്ചാരണ സ്ഥാനങ്ങളെന്ന് നോക്കാം. ഇത് സിദ്ധാന്ത കൗമുദിയിൽ കുറച്ച് സൂത്രമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പക്ഷേ പഠിക്കാൻ വളരെ സിമ്പിളാണ്. വായിച്ച് നോക്കി പഠിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമുള്ള സാധനമാണ് കേട്ടോ ഇത്. അകുഹ വിസർജനീയാനാം കണ്ഠഃ യജുയശാനാം താലു ഋഡുരഷാണാം മൂർധ ലിതുലസാനാം ദന്താഃ ഉഭൂപത്മാനീയാനാം ഓഷ്ഠൗ ഞമങ്ങണനാനാം നാസികാച്ച ഏതൈതോഃ കണ്ഠതാലു ഓദൗതോഃ കണ്ഠോഷ്ടം വകാരസ്യ ദന്തോഷ്ടം ജിഹ്വാമൂലീയസ്യ ജിഹ്വാമൂലം നാസിക അനുസ്വാരസ്യ. ഏതൊക്കെ ലെറ്റേഴ്സാണ് ഏതൊക്കെ സ്ഥാനങ്ങൾ യൂസ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഉച്ചാരണ സ്ഥാനങ്ങൾ. ആദ്യത്തെ നോക്കിയേ, അകുഹ വിസർജനീയാനാം കണ്ഠഃ. കണ്ഠഃ എന്ന് വെച്ചാൽ നമുക്കറിയാം, കണ്ഠം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തൊണ്ട, ത്രോട്ട്, ഗട്ടറൽ ഏരിയ. നമ്മുടെ കണ്ഠം യൂസ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, കു. കു എന്ന് വെച്ചാൽ കവർഗം, അതായത് ആ കാ തുടങ്ങി അങ്ങോട്ടുള്ള 5 ലെറ്റേഴ്സ്, ക, ഖ, ഗ, ഖ, ങ. ഈ 5 ലെറ്റേഴ്സാണ് കവർഗത്തിൽ വരിക. അതിനെ ചേർത്തിട്ടാണ് കു എന്നുള്ള ഒരൊറ്റ ലെറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ കു എന്ന് വെച്ചാൽ ക, ഖ, ഗ, ഖ, ങ. ഓക്കെ, ആ, കു, ഹ, ഹ എന്നുള്ള ലെറ്റർ. പിന്നെ വിസർജനീയം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിസർഗത്തെയാണ്. നമ്മൾ 2 കുത്തിടത്തില്ലേ, വിസർഗം, വിസർഗത്തെയാണ് വിസർജനീയം എന്ന് പറയുക. അപ്പോൾ ഈ 3 അക്ഷരങ്ങളും നമ്മൾ എന്ത് യൂസ് ചെയ്താൽ പ്രൊനൗൺസ് ചെയ്യുന്നത്? നമ്മുടെ കണ്ഠം യൂസ് ചെയ്താണ്, തൊണ്ട യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെറ്റേഴ്സ് എല്ലാം പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ അകുഹ വിസർജനീയാനാം കണ്ഠഃ, ആ, കു, ഹ, വിസർഗം. ഓക്കെ, എളുപ്പമല്ലേ പഠിക്കണം. ആ കറക്റ്റ് ആ സൂത്രം പഠിച്ചു വെച്ചാൽ ഏതൊക്കെ യൂസ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്നത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അകുഹ വിസർജനീയാനാം കണ്ഠഃ. അടുത്ത നോക്കിയേ, ഇചു യശാനാം താലു. നേരത്തെ പറഞ്ഞ സെയിം ആണ്. ഈ ചു, ചു മീൻസ് ചവർഗം, ച, ഛ, ജ, ഛ, ഞ, യ, ശ. ഇത്രയും 4 ലെറ്റേഴ്സ്. ഈ 4 ലെറ്റേഴ്സ് അല്ല, 4 ഈ ചു, യ, ശ. ചു മീൻസ് ചവർഗം. ചവർഗത്തിലുള്ള എല്ലാ ലെറ്റേഴ്സും വരും. 5 ലെറ്റേഴ്സും ഈ ചു എന്നുള്ള ഒറ്റ ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, ഇജു യശാനാം താലു. നമ്മുടെ പെലൈറ്റൽ റീജിയൻ, അണ്ണാക്ക് യൂസ് ചെയ്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഇജു യശാനാം താലു. ഈ, ചവർഗം, യ, ശ. ഈ 3 ലെറ്റേഴ്സ്.
ഋഡുരഷാണ മൂർധ. മൂർധാവെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റെട്രോഫ്ലെക്സ് ഏരിയ, അതായത് നമ്മൾ നാക്കോണ്ട് തട്ടുമ്പോൾ മുകളിൽ റൂഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ, നാക്കോണ്ട് തട്ടുമ്പോൾ മുകളിൽ, അതിനെയാണ് മൂർധാവെന്ന് പറയാം. ഈ മൂർധാവ യൂസ് ചെയ്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഋ, ഡു, ഡു മീൻസ് ഡവർഗം, ഡാഠ, ഡാഠണ, ര, ഷ, ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ മൂർധാവ യൂസ് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഋഡുരഷാണ മൂർധ. അടുത്ത നോക്കിയേ, ലഘുലസാനാം ദന്താഹ. ദന്തം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ പല്ലും കൂടി യൂസ് ചെയ്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ല, തു, തു മീൻസ് തവർഗം, ത, ഥ, ദ, ധ, ന, ല, സ, ഇത്രയും അക്ഷരങ്ങൾ നമ്മുടെ പല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലഘുലസാനാം ദന്താഹ. അടുത്തത് ഉഭൂപത്മാനിയാനാം ഓഷ്ടൗ. ഓഷ്ടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചുണ്ട്, രണ്ട് ചുണ്ടുകളില്ലേ, അതുകൊണ്ടാണ് ഓഷ്ടൗ എന്ന് ദ്വിവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓഷ്ടൗ, ചുണ്ട് യൂസ് ചെയ്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഉഭൂപത്മാനീയം. ഇവിടെ നമ്മൾ ആ കേട്ടിട്ടില്ലാത്തൊരു വേർഡ് വന്നല്ലേ, ഉപത്മാനീയം. ഉപത്മാനീയം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ലെറ്റർ ആണ്. അതായത് നമ്മുടെ വിസർഗമില്ലേ, വിസർഗം നമ്മൾ രണ്ട് കുത്തിടുമെന്ന് പറഞ്ഞില്ലേ, ആ വിസർഗത്തിൻ്റെ പകുതി വിസർഗത്തോട് കൂടിയ പ, അതുപോലെ പകുതി വിസർഗത്തോട് കൂടിയ ഭ, ഈ രണ്ട് അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഉപത്മാനീയ അക്ഷരങ്ങൾ എന്ന് പറയാം. ഈ രണ്ട് അക്ഷരങ്ങളും ഉ പിന്നെ പു, പു മീൻസ് പവർഗം, പ, ഭ, ബ, ഭ, മ, ഇത്രയും അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മുടെ ചുണ്ട് യൂസ് ചെയ്ത്. പറഞ്ഞു നോക്കുമ്പോൾ അറിയാം, പ, ഭ, ബ, ഭ, മ, നമ്മൾ ചുണ്ട് യൂസ് ചെയ്തിട്ടല്ലേ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ പവർഗത്തിലുള്ളതും ഉപത്മാനീയവും പിന്നെ ഉ എന്ന അക്ഷരവും പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓഷ്ടൗ, ചുണ്ട്. നമ്മുടെ ചുണ്ടുകളാണ് നമ്മൾ ഉപത്മാനീയവും ഉവും പവർഗവും പ്രൊനൗൺസ് ചെയ്യാൻ യൂസ് ചെയ്തത്. അതാണ് ഉപൂപത്മാനീയാനാം ഓഷ്ടൗ. അടുത്ത നോക്കിയേ, ഞമങ്ങണനാനാം നാസികാച്ച. നാസികാച്ച എന്നൊരു വാക്ക് ഇവിടെ ഉണ്ടല്ലേ. ച മീൻസ് ആൻഡ്, അതും വേണം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഞ, മ, ങ, ണ, ന, ഈ 5 അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ നമുക്ക് നാസികയും വേണം. നാസിക എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ മൂക്കും കൂടി വേണം ഈ ഞ, മ, ങ, ണ, ന പ്രൊനൗൺസ് ചെയ്യുക. അതായത് ഞ എന്ന് വെച്ചാൽ നമുക്കറിയാം ചവർഗത്തിൽപ്പെട്ട ലെറ്ററാണ്. ച, ഛ, ജ, ഛ, ഞ എന്നുള്ള ചവർഗത്തിൽപ്പെട്ട ലെറ്ററാണ് ഞ പ്രൊനൗൺസ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? താലു ഉണ്ട് അല്ലേ. ഇജു, യശാനം, താലു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ താലുവും വേണം, അതുപോലെ മൂക്കും വേണം. അതുപോലെ അടുത്ത അക്ഷരമാണ് മ എന്ന് വെച്ചാൽ പവർഗത്തിൽപ്പെട്ട ലെറ്റർ അല്ലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപൂപത്മാനീയാനാം ഓഷ്ടവും. അപ്പോൾ മ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഓഷ്ടവും വേണം, നാസികയും വേണം. അതായത് അതിൻ്റെ ഓൾറെഡി ഉള്ള അതിൻ്റെ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓർഗനും അതിനോടൊപ്പം ആരും കൂടി വേണം? നാസികയും വേണം. അതുകൊണ്ടാണ് അവിടെ ച എന്ന് കൊടുത്തിരിക്കുന്നത്. നാസികയും വേണം. പിക്ചർ കണ്ടാൽ മനസ്സിലാവും. നാസികയുടെ കൂടെ ഒരു മൗത്തിൻ്റെ ഒരു ലിപ്സും കൂടെ കണ്ടിട്ടില്ല. അപ്പം അത് രണ്ടും കൂടി വേണം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞമങ്ങണനാനാം നാസികാച്ച. അടുത്ത് നോക്കിയേ, ഏതൈ തോഹോ കണ്ഠതാലു. ഇനി 2 ഓർഗൻസ് ചേർന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് എയും ഐയും. ഏതൈ തോഹോ ചേർത്തിട്ടാണ്, എയും ഐയും കൂടി ചേർത്തിട്ടാണ് ഏതൈ തോഹോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എയ്ക്കും ഐക്കും കൂടി ഏത് വേണം? കണ്ഠവും വേണം, താലുവും വേണം, തൊണ്ടയും വേണം, അണ്ണാക്കും വേണം. രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എയും ഐയും പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ഏതൈ തോഹോ കണ്ഠതാലു. അടുത്ത് നോക്കിയേ, ഓദൗ തോഹോ കണ്ഠോഷ്ടം. ഓയും അവും, ഇതിന് രണ്ടിനും കണ്ഠവും വേണം, ഓഷ്ടവും വേണം, നമ്മുടെ തൊണ്ടയും വേണം, ചുണ്ടും വേണം. ഓക്കെ, കണ്ഠോഷ്ടം, ഓദൗ തോഹോ കണ്ഠോഷ്ടം. അടുത്ത് നോക്കിയേ, വകാരസ്യ ദന്തോഷ്ടം. വാ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ദന്തം, പല്ലും വേണം, ഓഷ്ടവും വേണം. ദന്തോഷ്ടം, പല്ലും ഓഷ്ടവും ചേർത്തിട്ടാണ് നമ്മൾ ഏത് പ്രൊനൗൺസ് ചെയ്യുക? വാ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ജിഹ്വാമൂലീയസ്യ ജിഹ്വാമൂലം. അടുത്ത് നമ്മൾ നേരത്തെ ഉപത്മാനീയം കേട്ടതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഈ ജിഹ്വാമൂലീയം എന്ന് വെച്ചാൽ. ജിഹ്വാമൂലീയം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേ സെയിം ആണ്. പകുതി വിസർഗത്തോട് കൂടിയ കായും ഘായും. നേരത്തെ പകുതി വിസർഗത്തോട് കൂടിയ പായും ഭായും ആയിരുന്നു ഉപത്മാനീയം പറഞ്ഞപ്പോൾ. ഇവിടെ പകുതി വിസർഗത്തോട് കൂടിയ കാ ആൻഡ് ഖ, ഈ 2 ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്തു പറയുക? ജിഹ്വാമൂലീയം എന്ന് പറയുക. ഈ ജിഹ്വാമൂലീയം പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ജിഹ്വാമൂലം. ജിഹ്വ എന്ന് വെച്ചാൽ എന്താ? ജിഹ്വ, നാക്കല്ലേ, നാക്ക്. മൂലം എന്ന് വെച്ചാൽ തുമ്പ്, നമ്മുടെ നാക്കിൻ തുമ്പിനെയാണ് ജിഹ്വാമൂലം എന്ന് പറയുക. അപ്പോൾ ജിഹ്വാമൂലീയം പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടത് ജിഹ്വാമൂലം, സിമ്പിളാണ്. അടുത്തത് നാസിക അനുസ്വാരസ്യ. അനുസ്വാരം എന്ന് വെച്ചാൽ നമ്മൾ ചന്ദ്രക്കല ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ലെറ്റേഴ്സില്ലേ, ചന്ദ്രക്കല യൂസ് ചെയ്ത് എഴുതുന്ന ലെറ്റേഴ്സില്ലേ, ഈ ചന്ദ്രക്കലയുടെ സ്ഥാനം നാസികയാണ്. മൂക്കുകൊണ്ടാണ് നമ്മൾ അനുസ്വാരം പ്രൊനൗൺസ് ചെയ്യുന്നത്. നാസിക കൊണ്ടാണ് അനുസ്വാരമായിട്ടുള്ള ലെറ്റേഴ്സ്
പ്രൊനൗൺസ് ചെയ്യുന്നത്. നേരത്തെ ഒരു നമ്മുടെ 5 സ്ഥാനാസ് പോയിന്റ്സ് ഓഫ് ആർട്ടിക്കുലേഷൻ ഫോർ സാൻസ്ക്രിറ്റിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് ഗട്ടറൽ ഏരിയ കണ്ഠസ്ഥാനം 1 എന്ന് കൊടുത്തിരിക്കുന്നത്, അടുത്ത 2 പലേറ്റൽ റീജിയൻ, 3 റിട്രോഫ്ലെക്സ്, 4 ദന്തൽ ആൻഡ് 5 ലാബിയൽ ഓഷ്ടം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? തുല്യാസ്യ പ്രയത്നം, സവർണം എന്ന സൂത്രം പറഞ്ഞു, പിന്നെ ഏതൊക്കെയാണ് സ്ഥാനങ്ങളെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പ്രയത്നമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്